കാലഘട്ടത്തിൽ ജൂതന്മാർക്ക് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു യേശു ക്രിസ്തു. അവിടെയാണ് ആദ്യത്തെ ഏറ്റവും ബഹുമാനത്തോടുള്ള വിയോജിപ്പ്. ജൂതന്മാരുടെ സ്വാതന്ത്ര്യ സമര സേനാനി ആയിരുന്നില്ല യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഒരു പ്രൈമറിലി ഒരു പൊളിറ്റിക്കൽ ഫിഗർ ആയിരുന്നില്ല. അദ്ദേഹം ഒരു സ്പിരിച്വൽ ടീച്ചറായിരുന്നു. അദ്ദേഹത്തിന്റെ കിങ്ഡം ഓഫ് ഗോഡ് അല്ലെങ്കിൽ കിങ്ഡം സ്വർഗരാജ്യം എന്ന് പറയുന്ന കിങ്ഡം ഓഫ് ഹെവൻ, ആ കിങ്ഡം ഓഫ് ഹെവൻ എന്ന് പറയുന്ന ഒരു ആശയം പ്രൈമറിലി സ്പിരിച്വൽ ആണ്, അത് പൊളിറ്റിക്കൽ അല്ല. ഇവിടെ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞത് യേശു ഒരു വിപ്ലവകാരിയാണെന്നാണ്. രാഹുൽ ഈശ്വർ പറഞ്ഞത് യേശു ഒരു സ്പിരിച്വൽ ലീഡർ ആണെന്നാണ്. പക്ഷെ ചരിത്രപരമായിട്ട് ഇത് രണ്ടും തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ്. ഇന്നത്തെ ചരിത്രകാരന്മാര് യേശുവിനെ കാണുന്നത് ഒരു അപ്പോക്കലിപ്റ്റിക് ടീച്ചറായിട്ടാണ്. അതായത് ലോകം ഉടനെ അവസാനിക്കും എന്ന് ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് നടന്ന ഒരു ഗുരുവായിട്ടാണ്. എന്തുകൊണ്ടാണ് ചരിത്രകാരന്മാര് ഇപ്രകാരത്തില് യേശുവിനെ കാണുന്നത്? അതിനായിട്ട് യഹൂദരുടെ അക്കാലത്തെ സാഹചര്യം നമ്മൾ പരിശോധിക്കണം. യേശു ജനിക്കുന്നതിന് 500 വർഷം മുമ്പ് മുതൽ യഹൂദര് പല രാജ്യങ്ങളുടെ ഭരണത്തിന് കീഴിലായിരുന്നു. ആദ്യം ബാബിലോൺ പ്രവാസത്തിൽ പോയ യഹൂദരെ പിന്നീട് പേർഷ്യക്കാര് ഭരിച്ചു, തുടർന്ന് ഗ്രീക്കുകാര് ഭരിച്ചു, പിന്നീട് റോമക്കാര് ഭരിച്ചു. പക്ഷെ യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താ നടക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. അവരാലോചിച്ചത്, ഞങ്ങള് യഹോവയുടെ ജനമാണ്, ലോകം മുഴുവൻ സൃഷ്ടിച്ച യഹോവയുടെ ജനമായ ഞങ്ങളെ എന്തുകൊണ്ടാണ് മറ്റു സാമ്രാജ്യങ്ങൾ ഭരിക്കുന്നത്? അത് മാത്രമല്ല, യഹോവയുടെ നിയമങ്ങൾ പാലിച്ചതുകൊണ്ട്, യഹോവയുടെ പ്രമാണങ്ങൾ അനുസരിച്ചതുകൊണ്ട് പല സമൂഹങ്ങളും ഈ യഹൂദരെ പീഡിപ്പിച്ചിരുന്നു. ഈ ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരമായിട്ടാണ് യഹൂദർക്കിടയിൽ അപ്പോക്കലിപ്റ്റിക് വിശ്വാസം ഉരുത്തിരിഞ്ഞു വന്നത്. അപ്പോക്കലിപ്റ്റിക് വിശ്വാസ പ്രകാരം ഈ ലോകം എന്ന് പറയുന്നത് തിന്മയുടെ പിടിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിന്റെ ചരിത്രത്തിലേക്ക് ദൈവം ഉടനെ ഇടപെടാൻ വരുവാണ്. അതോടെ തങ്ങളെ പീഡിപ്പിച്ച ഈ രാജ്യങ്ങളെ ദൈവം അട്ടിമറിക്കും. പീഡനമേറ്റ് മരിച്ചുപോയ യഹൂദർക്ക് നിത്യജീവൻ ലഭിക്കും. എന്നിട്ട് യഹോവയുടെ ഒരു ദൈവരാജ്യം ഇവിടെ പുലരും. ഒരു മിശിഹായിലൂടെയാണ് ദൈവത്തിന്റെ ഈ ഇടപെടല് യഹൂദ സമൂഹത്തിൽ ഉണ്ടാവുന്നത്. ഈ ഒരു വിശ്വാസം കാത്തു സൂക്ഷിച്ചിരുന്ന യഹൂദ സമൂഹത്തിലേക്കാണ് യേശുവും സ്നാപക യോഹന്നാനും ഒക്കെ വരുന്നത്. നമുക്ക് യേശുവിന്റെയും സ്നാപക യോഹന്നാന്റെയും ഒക്കെ പഠിപ്പിക്കലുകളൊന്ന് പരിശോധിച്ച് നോക്കാം. യേശുവിന്റെ പ്രസംഗങ്ങളിൽ നമ്മൾ തുടർച്ചയായി കാണുന്നത് ദൈവരാജ്യം സമാഗതമായിരിക്കുന്നു, ഏത് നിമിഷവും ദൈവരാജ്യം നിങ്ങൾക്കിടയിൽ വരാം. യേശുവിന്റെ ഉപമകളിൽ കാണുന്നത് ഇതേ സന്ദേശം തന്നെയാണ്. ദൈവരാജ്യം ഏത് നിമിഷം വേണമെങ്കിലും നിങ്ങൾക്കിടയിൽ വരാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ അനുതപിക്കുക, ഇല്ലെങ്കിൽ നിങ്ങളെ ദൈവം നശിപ്പിച്ചു കളയും. ഈ ഒരു സന്ദേശമാണ് നമ്മൾ യേശുവിലും കാണുന്നത്, സ്നാപക യോഹന്നാനിലും കാണുന്നത്. അതുകൊണ്ടാണ് ചരിത്രകാരന്മാര് ഇന്ന് യേശുവിനെ ഒരു അപ്പോക്കലിപ്റ്റിക് ടീച്ചറായിട്ട് കാണുന്നത്. കൃത്യമായി യേശുക്രിസ്തു പറയുന്ന ഒരു വചനം എന്ന് പറയുന്നത്, മൈ കിങ്ഡം ഈസ് നോട്ട് ഓഫ് ദിസ് വേൾഡ്. ജോൺ 18:36. എൻ്റെ കിങ്ഡം ഈ രാജ്യത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൽ നിന്നുള്ളതല്ല. അതങ്ങനെ ആയിരുന്നെങ്കിൽ എൻ്റെ കൂടെയുള്ളവർ, ബാക്കിയുള്ളവർ എന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ അത് തടയാൻ ശ്രമിക്കില്ലായിരുന്നു. മൈ കിങ്ഡം ഈസ് ഫ്രം അനദർ പ്ലേസ്. അദ്ദേഹം മറ്റൊരു തലത്തിലാണ് സംസാരിക്കുന്നത്. പ്രൈമറിലി അദ്ദേഹം ഈ ഒരു പൊളിറ്റിക്കൽ ഫോഴ്സ് അല്ല, അഥവാ ആത്മീയമായ ദൈവീകമായ ഒരു തലത്തിലാണ് പ്രധാനമായി നിന്നത്. അതുകൊണ്ട് ഒരു ജൂയിഷ് പൊളിറ്റിക്കൽ റെവല്യൂഷണറി എന്ന് യേശു ക്രിസ്തുവിനെ കുറച്ച് കാണുന്നത് ശരിയല്ല. ഇവിടെ രാഹുൽ ഈശ്വര് തന്റെ ഭാഗം ന്യായീകരിക്കാനായിട്ട് ഉപയോഗിച്ച വാക്യം ഒന്ന് പരിശോധിക്കാം. ഇത് യോഹന്നാന്റെ സുവിശേഷം 18:36 വാക്യമാണ്. ഇതിന്റെ സന്ദർഭത്തില് യേശു പീലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുവാണ്. റോമൻ ഗവർണറായിട്ടുള്ള പീലാത്തോസ് യേശുവുമായിട്ട് നടക്കുന്ന ഒരു പ്രൈവറ്റ് സംഭാഷണമാണ് ഇവിടെ യോഹന്നാൻ എഴുതി വച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച്, ഈ പ്രൈവറ്റ് സംഭാഷണം കേൾക്കാനായിട്ട് യോഹന്നാൻ അവിടെ ഉണ്ടായിരുന്നു. പോട്ടെ, യേശുവിന്റെ ശിഷ്യന്മാരാരെങ്കിലും ഉണ്ടായിരുന്നു? ആരും ഉണ്ടായിരുന്നില്ല. അപ്പോ യോഹന്നാന് എങ്ങനെ ഈ സംഭാഷണം കിട്ടി? ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റോമൻ ഗ്രീക്ക് സാഹിത്യത്തിലെല്ലാം എഴുത്തുകാര് സന്ദർഭത്തിനൊത്ത സംഭാഷണങ്ങൾ നിർമ്മിച്ചെടുക്കുക പതിവായിരുന്നു. ഇന്നത്തെ പോലെ സംഭാഷണങ്ങൾക്ക് കൃത്യത വേണമെന്ന് അക്കാലത്ത് ഒരു നിർബന്ധം ഉണ്ടായിരുന്നില്ല. മറിച്ച് സന്ദർഭത്തിന്റെ തീവ്രത ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള സംഭാഷണ ശകലങ്ങൾ നിർമ്മിച്ചെടുക്കുക എന്നുള്ളത് അക്കാലത്ത് ഒരു രീതിയായിരുന്നു. ആ രീതി യോഹന്നാനും അവലംബിച്ചിരിക്കാം. മാത്രമല്ല, ഈ സംഭാഷണ ശകലം എന്ന് പറയുന്നത് യേശു പഠിപ്പിച്ച പ്രസംഗങ്ങൾക്കും യേശു പഠിപ്പിച്ച ഉപമകൾക്കും എല്ലാത്തിനും ഘടകവിരുദ്ധമാണ്. മത്തായിയെയും മർക്കോസിനെയും ലൂക്കോസിനെയും തള്ളിക്കളഞ്ഞുകൊണ്ട് മാത്രമേ രാഹുൽ ഈശ്വറിന്
യേശു ഒരു സ്പിരിച്വൽ ലീഡർ ആയിരുന്നു എന്ന് സ്ഥാപിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വറിന്റെ ഈ വാദം അപ്പാടെ തെറ്റാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.